അകത്തുണ്ട്. അതെന്ത് അകത്ത് ചുവരിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോ പുളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാം. അതുകൊണ്ട് എല്ലാ സെറ്റിലും ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ ഒരു മാധ്യമത്തിൽ വർക്ക് ചെയ്യണം. എന്റെ ഡയലോഗ് നിങ്ങൾ വിട്ടില്ലേ? ഇതൊക്കെ പോയി വിട്ടു 24 മണിക്കൂർ നിങ്ങൾ നടക്കുന്ന എനിക്കറിയാം. ഒരാളുടെ ഡ്രസ് മാത്രം. എന്താണ് ഇത്? സത്യം പറഞ്ഞ ആശാന്റെ കഴിവ് വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ഒരു നടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് എടുത്താൽ മതിയെന്ന് ചോദിക്കണം. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. താങ്ക് യു. ഞാൻ വെച്ച വെടിയല്ല. നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കുമല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? എന്തോന്ന് അടവ് ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ബാക്കിലേക്ക് പോയി, നീ ബസിന്റെ ബാക്കിലേക്ക് സദ്യ അടക്കണം. അതായത് ഇപ്പൊ കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ അവര് പുറത്ത് പറ സ്റ്റാൻഡ് പറയും. ഇത് ഞങ്ങളെ ഷൂട്ട് ചെയ്യും. നിങ്ങൾ അണ്ടർവെയർ ഇട്ടോണ്ട് മുമ്പ് വന്നിരിക്കും, നീയെ കൂടെ വായമ്പളം നോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞത്. എനിക്ക് കുറച്ച് ഉൾപ്പുണ്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കുക. ഇത് കാണിക്കൊണ്ട് എനിക്ക് ഉൾപ്പുണ്ടായിട്ടല്ല, എനിക്കുണ്ടല്ലോ കുറച്ച് മാന്യത. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.